നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര പാർവതിയമ്മേ ഭഗവതിയെ നമോ നമ. ഓം സുബ്രഹ്മണ്യസ്വാമി നമോ നമ. ഓം അയ്യപ്പ. ഓം ദുർഗാദേവി കാളിയമ്മേ ഭഗവതി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തോട് അനുബന്ധമായി വരുന്ന നീചഭംഗ രാജയോഗം 112 വർഷങ്ങൾക്ക് ശേഷമാണ് നീചഭംഗ രാജയോഗം ഈ പറയാൻ പോകുന്ന നക്ഷത്ര ജാതരെ അനുഗ്രഹിക്കാനായി എത്തുന്നത്. നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത് ചക്രവർത്തി യോഗമാണ്. വളരെ വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നുചേരാൻ പോവുകയാണ് ചില നക്ഷത്ര ജാതർക്ക്. അവരെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 2026 ജൂൺ മാസത്തിൽ വളരെ വളരെ പ്രത്യേകതയുള്ള ഗ്രഹമാറ്റങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഒരു ഗ്രഹം അതിൻ്റെ നീചരാശിയിൽ, അതായത് ഏറ്റവും ബലഹീനമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ നാഥനോ അല്ലെങ്കിൽ ആ രാശിയിൽ ഏറ്റവും ഉച്ചമായി നിൽക്കേണ്ടുന്ന ഗ്രഹമോ അനുകൂല സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രസ്ഥാനത്ത് വന്നു ചേരുമ്പോൾ ആ വ്യവസ്ഥയുടെ നീചാവസ്ഥ മാറി, അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ നീചാവസ്ഥ മാറി അതിശക്തമായ രാജയോഗമായി രൂപപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന വളരെ ശക്തമായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന രാജയോഗം അഥവാ ചക്രവർത്തി യോഗം രൂപപ്പെടുന്നത്. 2026 ജൂൺ മാസത്തിൽ പ്രധാനമായും ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങളും അവയുടെ സ്ഥാനമാറ്റങ്ങളും വന്നു ചേരുകയാണ്. മിഥുന രാശിയിലെ വ്യാഴത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കാരണം ചില പ്രധാന കൂറുകാർക്ക് നീചഭംഗ രാജയോഗത്തിൻ്റെതായിരിക്കുന്ന ഫലം ലഭിക്കുകയാണ്. 112 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്ര ജാതർക്ക് രാജയോഗ ഫലം ലഭിക്കുന്നത്. കർക്കിടകക്കൂറാണ് ആദ്യത്തേത്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറ്. ജൂൺ മാസത്തിൽ ചൊവ്വയുടെ നീചാവസ്ഥയ്ക്ക് ഭംഗം വരുന്നതിലൂടെ കർക്കിടകക്കൂറുകാർക്ക് വലിയ നീചഭംഗ രാജയോഗമാണ് വന്നു ചേരുന്നത്. കർക്കിടകക്കൂറുകാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ധനപരമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, സമൃദ്ധിദായകമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ പൂർണ്ണമായും വിട്ടുപോകുന്ന അനുഗ്രഹീതമായ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗമാണ് കർക്കിടകക്കൂറുകാരെ അനുഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ ആശ്വാസവും വളരെ സന്തോഷവും ആഹ്ലാദവും വന്നു നിറയും. ശത്രുക്കളുടെ ശല്യം കുറയും. നിങ്ങളെ തരം താഴ്ത്തുവാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് വളരെ ദുഃഖകരമായ വ്യവസ്ഥിതി എത്തിച്ചേരും. നിങ്ങളെ തരം താഴ്ത്തുവാൻ പോയിട്ട് ഒരു കാരണവശാലും വാക്കുകൾ കൊണ്ടുപോലും പരിഹസിക്കുവാൻ പറ്റാത്ത തരത്തിൽ
വലിയ ഉയർച്ചയാണ് നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. തരം താഴ്ത്തി കാണുവാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിൽ വലിയ വലിയ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടി സാമ്പത്തിക വിജയത്തിൽ ചിരിച്ച് ഉല്ലസിച്ചു നിൽക്കുന്ന നിങ്ങളെ ആയിരിക്കും അവർക്ക് കാണുവാൻ കഴിയുന്നത്. അത്തരത്തിൽ അനുഗ്രഹവേദ്യമാവുകയാണ് നീചഭംഗ രാജയോഗം കർക്കിടക കൂറുകാരിൽ. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖല, ബിസിനസ് മേഖല തുടങ്ങിയവയിൽ അനിതര സാധാരണമാകുന്ന തരത്തിൽ സമ്പത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും നീചഭംഗ രാജയോഗത്തിലൂടെ കർക്കിടക കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വന്നുചേരും. 112 വർഷങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണമായി അനുഗ്രഹം സിദ്ധിക്കുന്ന ഈ നീചഭംഗ രാജയോഗം കർക്കിടക കൂറുകാരിലേക്ക് വരുന്നത്. ഭാഗ്യക്കുറി പോലെ വമ്പൻ സാമ്പത്തിക ശേഷിയുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നതും ഈ കാലയളവിൽ തന്നെയാണ്. അപ്രതീക്ഷിതങ്ങളായ ലാഭങ്ങളും അതുപോലെ തന്നെ വമ്പൻ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന വ്യവസ്ഥിതിയും നിങ്ങൾക്ക് വന്നു ചേരും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന വളരെയധികം ഭാഗ്യദായകമാണ്. അടുത്തത് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം ചേരുന്ന മേടക്കൂർ. മേടക്കൂറിൻ്റെ രാശിനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്ക് വന്നു ചേരുന്ന നീചഭംഗ വ്യവസ്ഥിതി. നീചഭംഗ വ്യവസ്ഥിതിയും ശനിയുടെ അനുകൂലമായ അവസ്ഥയും മേടക്കൂറുകാർക്ക് വലിയ യോഗങ്ങളെ സമ്മാനിക്കും എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിന്നിരുന്ന പല വ്യവസ്ഥകളിലും പൂർണ്ണമായ തീരുമാനങ്ങളിലെത്താനും അത് വിജയപൂർണമായി അവസാനിപ്പിക്കുവാനും കഴിയും എന്നുള്ളതാണ്. ഏത് തീരുമാനങ്ങൾ എടുത്താലും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് വിജയിപ്പിക്കുവാൻ കഴിയും. നീചഭംഗ രാജയോഗത്തിൻ്റെ പൂർണ്ണമായ ഫലം അനുഭവിക്കുവാൻ ഭാഗ്യമുള്ളവരാണ് മേടക്കൂറുകാരായ നക്ഷത്രജാതർ. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂ പോലെയുള്ള ഉയർന്ന വ്യവസ്ഥകളിലും പൂർണ്ണമായും വിജയം നേടാൻ ഇവർക്ക് കഴിയും. അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റവും ഉയർച്ചയും മേടക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വന്നു ചേരും. പ്രമോഷനൊക്കെ തടഞ്ഞു വച്ചിരുന്ന മേടക്കൂറുകാരായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആ തടയൽ മാറാൻ ഉള്ള ഭാഗ്യം വന്നു ചേരുകയാണ്. തീർച്ചയായിട്ടും നീചഭംഗ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തടഞ്ഞു വച്ചിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും തടസ്സങ്ങൾ മാറി മുന്നോട്ട് നീങ്ങുന്നതിനായിട്ട് ഭാഗ്യം വന്നു ചേരും. ഉയർന്ന ശമ്പളത്തോടെ പുതിയ ജോലി ലഭിക്കുന്നതിനോ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനോ ഭാഗ്യമുണ്ടായിത്തീരും. കുടുംബത്തിൽ നിലനിന്നിരുന്ന സ്വത്തു തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ വാഹനം വാങ്ങാനുള്ള ഭാഗ്യവും മേടക്കൂറുകാർക്ക് വന്നു ചേരും. സാമ്പത്തികപരമായി ബാധ്യതകൾ ഉണ്ടായിരുന്നതെല്ലാം തീർത്ത് കടബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് വളരെ ആഹ്ലാദകരവും സന്തോഷകരവുമായൊരു ജീവിതത്തിലേക്ക് എത്തപ്പെടാൻ മേടക്കൂറുകാരായ നക്ഷത്രജാതർക്ക് കഴിയും. നീചഭംഗ രാജയോഗം അത്ര അനുഗ്രഹമാണ് ഇവർക്ക് നൽകുന്നത്. 100 വർഷങ്ങൾക്ക് ശേഷം, അഥവാ കൃത്യമായി പറഞ്ഞാൽ 112 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ രാജയോഗം ഈ രാശിജാതരെ നന്നായി അനുഗ്രഹിക്കുന്നത്. ഭാഗ്യക്കുറി ലഭിക്കുന്നതിനായിട്ടൊക്കെയുള്ള വലിയ ഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ വന്നു ചേരുമെന്നുള്ളതാണ്. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല എന്നിവ സമർപ്പിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഭാഗ്യദായകമായ അനുഭവങ്ങൾക്ക് വഴിയൊരുക്കും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൻ്റെ ദശാനാഥനായിരിക്കുന്ന ചൊവ്വ, വൃശ്ചികക്കൂറിൻ്റെ രാശിനാഥനായിരിക്കുന്ന ചൊവ്വ ഭാഗ്യഭാവത്തിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതിലൂടെയാണ് ഇവർക്ക് നീചഭംഗ രാജയോഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വിചാരിച്ച് ഇരിക്കാത്ത സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ധനാഗമം ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, ജോലിക്കായി, അതുപോലെ തന്നെ പഠനപരമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ജൂൺ മാസം അതിന് ഉതകുന്നതായ സമയമുണ്ടാകും. നീചഭംഗ രാജയോഗത്തിലൂടെ, ചക്രവർത്തി യോഗത്തിലൂടെ തീർച്ചയായിട്ടും
വിദേശ യാത്രയും വിദേശ പഠനവും അനുകൂലമായി വന്നു ചേരുക തന്നെ ചെയ്യും. പിതാവിൽ നിന്നോ പിതൃതുല്യവരായവരിൽ നിന്നോ സാമ്പത്തികവും അതുപോലെ തന്നെ സ്വത്തുവകകൾ പരമായിട്ടുള്ളതായ സഹായങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് ആത്മീയമായിരിക്കുന്ന വളർച്ചയുണ്ടാകും. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നന്നായി ചെയ്യുവാൻ കഴിയും. അത് ഭാഗ്യദായകമായ അവസ്ഥകളെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സൗഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായ സമയത്ത് വന്നു ചേരും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ദേവ ദർശനം നടത്തുകയും പാൽപ്പായസ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ഇത് കാരണമാകും. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ഇത് കാരണമാകും. അടുത്തതായി നീചഭംഗ രാജയോഗത്തിൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നത് കന്നിക്കൂറുകാർക്കാണ്. ഉത്തരം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ പാദം. ഈ നക്ഷത്ര ജാതർക്കാണ് നീചഭംഗ രാജയോഗത്തിൻ്റെ ഭാഗ്യദായകമായ അനുഗ്രഹം വന്നു ഭവിക്കുന്നത്. കന്നിക്കൂറുകാരുടെ 10ാം ഭാവം അഥവാ കർമ്മഭാവത്തിലാണ് നീചഭംഗ രാജയോഗം സംഭവിക്കുന്നത്. ഗ്രഹങ്ങളുടെ അനുകൂലമായ അവസ്ഥകൾ നീചഭംഗ ഫലം അനുഗ്രഹമായി തന്നെ നൽകും എന്നുള്ളതാണ്. സ്വന്തമായി ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പുതിയ ശാഖകൾ, ആ ബിസിനസ്സിൻ്റേതായ പുതിയ ശാഖകൾ തുടങ്ങുന്നതിനായി ഭാഗ്യമുണ്ടാകും. പങ്കാളിത്തപരമായി ബിസിനസ്സുകളിലും കച്ചവടത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മുൻകാലം ഉണ്ടായ നഷ്ടങ്ങൾ നികത്തി മുന്നോട്ട് പോകുവാനുള്ള എല്ലാ അവസരങ്ങളും നീചഭംഗ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ കന്നി രാശിക്കാരിൽ വന്നു ചേരും. സമൂഹത്തിൽ വലിയ പ്രശസ്തിയും അംഗീകാരവുമൊക്കെ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗത്തിൻ്റെ ഫലമായി കന്നി രാശിക്കാരിലേക്ക് വരും. രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും നിലനിൽക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങളും പ്രശസ്തി പത്രവും ധനപരമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരാനുള്ള വ്യവസ്ഥിതിയും കാണുന്നുണ്ട്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, തൃക്കൈവെണ്ണ വഴിപാടായി സമർപ്പിക്കുക. അതിലൂടെ കന്നി രാശിക്കാരായിട്ടുള്ള ആളുകളിലുള്ള ദോഷഭാവങ്ങളൊക്കെ മാറി ഭാഗ്യഭാവത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നീചഭംഗ രാജയോഗത്തിൻ്റെ വ്യവസ്ഥകളിൽ അല്പമെങ്കിലും ദോഷം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ശ്രീ പരമേശ്വര ക്ഷേത്ര സന്നിധിയിലെത്തി ധാരയോ പിൻവിളക്കോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും നേടി വിജയപഥത്തിലെത്തുവാൻ നിങ്ങൾക്ക് കഴിയും. 112 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നക്ഷത്ര ജാതരെ നീചഭംഗ രാജയോഗം പൂർണ്ണ ഫലമായി അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 ഒരു പൂർണ്ണ അനുഗ്രഹ വർഷമായി ഈ നക്ഷത്ര ജാതർക്ക് ഭവിക്കുക തന്നെ ചെയ്യും. നീചഭംഗ രാജയോഗത്തിൻ്റെതായ ചക്രവർത്തി യോഗത്തിൻ്റെതായ ഫലങ്ങൾ ലഭിച്ച് എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.